എന്റെ ദൈവമേ, നീയല്ലാതില്ല എന്നേശുമാ മതിയെനിക്ക്. ഈ പാട്ടൊക്കെ എല്ലാവരും നന്നായി പാടുന്ന ദൈവസമൻ നിത്യം ചേച്ചി നന്നായിട്ട് പാടും. പക്ഷെ എനിക്ക് എത്ര പേരുകളിൽ ഈ പാട്ട് പാടിയാൽ മുതിരിയിടത്തില്ല. അത്രമാത്രം ദൈവസ്നേഹം ഈ വരികൾക്ക് നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഈ പാട്ട് ആദ്യം കേൾക്കുന്ന എന്റെ പപ്പയുടെ വായിൽ നിന്നാണ്. പാലക്കാട് കഞ്ഞിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ട്രാൻസ്ഫർ ആയി ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ സഭ എന്ന് പറയുന്ന ഒരു സാധനം അവിടെ ഇല്ല. ഒരു ബിൽഡിംഗ് പോലും ഇല്ലാത്തൊരു സ്ഥലം. തമിഴ് വിശ്വാസികൾ തിങ്ങിപ്പറക്കുന്ന ഒരു സ്ഥലമായിരുന്നു. എന്റെ പപ്പയ്ക്ക് വലിയ ദർശനവും കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യൻ, അത്രയൊന്നും എനിക്കില്ല. എന്റെ ലൈഫിൽ ഒരു തിരിവ് നടന്നതും ഞാൻ യേശുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായതും പല പ്രാർത്ഥനയാണ്. ഒറ്റ പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. മദ്യപാനത്തിന് മയക്കുമരുന്നിന് അടിമയിൽ ലൈഫെല്ലാം തകർന്ന് എന്റെ ശരീരം മൊത്തം കീറി മുറിച്ച് വല്ലാത്തൊരു സ്റ്റേജിൽ പോയ ഒരു വ്യക്തിയായിരുന്നു. എന്റെ ലൈഫിനെ മാറ്റിമറിച്ച് സ്വർഗത്തിലെ ദൈവം അപ്പന്റെ പ്രാർത്ഥനയുമായിരുന്നു. പാലക്കാട് ചെല്ലുമ്പോൾ സഭയില്ല. എന്റെ പപ്പയ്ക്കകത്ത് വലിയ ദാഹം. ഒരു ചർച്ച് പണിതു, ഓലമേഞ്ഞൊരു ചർച്ച അവിടെ പണിതു. ഓലമേഞ്ഞ ചർച്ച പണിതപ്പോൾ മഴ പെയ്യുമ്പോൾ, ശക്തമായ മഴ പെയ്യുമ്പോൾ ഈ ഓലയിൽ കൂടെ എല്ലാം വെള്ളം ഇറങ്ങി. നമ്മുടെ തമിഴ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സിൻസിയറാണ്. നിങ്ങൾ സിൻസിയർ അല്ലെന്നല്ല ഞാൻ പറയുന്നത്, അവർ കുറച്ചും കൂടെ ഭയങ്കര സിൻസിയറാണ്. നമ്മൾ എന്ത് പറഞ്ഞാലും ആമയും പറയും, എന്ത് പറഞ്ഞാലും ഗ്ലോറി പറയുന്ന നല്ല വിശ്വാസികൾ. അവർ വന്ന് ആരാധിച്ച് മടങ്ങി പോകുമ്പോൾ ഈ ചാണകം വിഴുകിയ തറയായിരുന്നു. ദേഹം മൊത്തം ഈ വെള്ള ഡ്രസ്സിനകത്ത്, വെള്ള സാരിക്കകത്ത് ഈ ചാണകം പറ്റി ഈ റോഡിലൂടെ പോകുമ്പോൾ വല്ലാത്ത കളിയാക്കുകൾ, അവമാനങ്ങൾ കിട്ടുന്നു. അത് ഭയങ്കരമായി ചോദ്യങ്ങൾ വന്നതുകൊണ്ട് പപ്പ പെട്ടെന്ന് ഒരു ചർച്ച് വാർക്കാൻ തുടങ്ങി. ബിൽഡിംഗ് ചെയ്ത് വാർത്തു, മേളിൽ ഷീറ്റിട്ടു. അന്ന് രാത്രി ഞാൻ എന്റെ അപ്പയും കൂടെ കഞ്ചിക്കോട് ചന്തയിൽ പോകുന്ന സമയത്ത് രാത്രിയിൽ കുറച്ച് സുവിശേഷ വിരോധികൾ എന്റെ അപ്പനെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മുമ്പിലിട്ട് അപ്പനെ വല്ലാതെ തല്ലിച്ചതച്ചു. രാമി പറഞ്ഞാട്ടെ. വേദനയോടെ ഞാൻ നിലവിളിച്ചു. എനിക്ക് നിസ്സഹായനായിരുന്നു. എനിക്കൊന്നും തിരിച്ചൊന്നും പ്രതികരിക്കാനും പറ്റത്തില്ല, പറയാനും പറ്റുന്ന ഒരു പ്രായമല്ല. ഞാൻ കരഞ്ഞു നിലവിളിച്ചു. അന്ന് രാത്രി ചന്തയിൽ പോകുന്നു. പപ്പ തിരിച്ച് വീട്ടിൽ റൂമിൽ വന്ന് സഭാ ഹോളിൽ കയറി പപ്പ പാടിയ പാട്ട എൻ രക്ഷക, എൻ ദൈവമേ, നീ അല്ലാതില്ല എനിക്ക് ആശ്രയം വേറെ. എൻ ദൈവമേ, നീ അല്ലാതില്ലാരും